ഇതാണോ നമ്മൾ ആഗ്രഹിക്കുന്ന കേരളം? ഞാൻ ഈ അടുത്ത് കണ്ട ഒരു ഡിബേറ്റ് ആണ്. രാഹുൽ ഈശ്വറും മൈത്രേനും തമ്മിലായിരുന്നു ഈ ഡിബേറ്റ്. മദ്യം പോലും റെസ്പോൺസിബിളെ കുടിക്കാൻ അറിയാത്ത, ഒന്നും റെസ്പോൺസിബിളെ ചെയ്യാൻ അറിയാത്ത ഒരു സമൂഹത്തിന്റെ മുന്നിലേക്ക് MDMA തുറന്നു വെച്ച് കൊടുത്താ എങ്ങനെ ഇരിക്കും? എന്തുവാണ് MDMAയും മദ്യവും തമ്മിലുള്ള വ്യത്യാസം എന്താ? MDMA അതിഭീകരമാണ്. എന്ത് അതിഭീകരം? അതിഭീകര അഡിക്ഷൻ ഉണ്ടാക്കുന്നതാണ്, കുഞ്ഞുങ്ങളെ കൊല്ലുന്നതാണ്, അമ്മയെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്നതാണ്, അച്ഛനെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്നതാണ്. അമ്മമാരെ മാത്രം നോക്കി കൊല്ലുന്ന സാധനമാണ് അമ്മയെ കഴുത്തറ. ഇതിലും മൈത്രേയൻ ഫുൾ കോൺഫിഡൻസിൽ വന്നിരുന്ന് പറയാണ്, അതായത് MDMA ലീഗലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് MDMA ലീഗലൈസ് ചെയ്യണം എന്ന സൈഡിലാണ് രീതിയിലാണ് ഇയാളുടെ സംസാരം. അപ്പോൾ ഇതുകൊണ്ട് ഇയാൾ ഉദ്ദേശിക്കണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇയാളല്ല, ഇത് ഉള്ളതാണ്, പല രാജ്യങ്ങളും ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കഞ്ചാവ് തന്നെ ആയിക്കോട്ടെ. കഞ്ചാവ് ഒരുപാട് രാജ്യങ്ങളിൽ ലീഗലാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഗ്യാങ്ങുകളാണ് ഇതൊക്കെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഗ്യാങ്ങുകൾ ഡീൽ ചെയ്യുമ്പോൾ ഈ അണ്ടർഗ്രൗണ്ടും ഈ അണ്ടർഗ്രൗണ്ടിൽ കൂടെ അണ്ടർവേൾഡ് ഗ്യാങ്സും ഇതുമൂലം ഒരുപാട് പൈസ ഉണ്ടാക്കുന്നു, വളരുന്നു, അത് സംബന്ധമായിട്ടുള്ള ക്രൈംസ് കൂടുന്നു. അപ്പോൾ ഇത് ലീഗലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് വിൽക്കാൻ പറ്റും. പിന്നെ ഈ ഗ്യാങ്സുകളുടെ വളർച്ച നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ അല്ല ബ്രോ MDMA. അല്ല, ഈ നമ്മുടെ നാട്ടിൽ MDMA എന്ന് പറഞ്ഞ് വിൽക്കണ മൊത്തം മെത്താണ്. പക്ഷെ MDMA വാർത്തയിൽ കേൾക്കണ പോലെ ഈ MDMA എന്ന് പറയുന്ന സാധനം വേറെ സൈക്കഡലിക്സ് പോലെയോ അല്ലെങ്കിൽ കഞ്ചാവ് പോലെയോ ഒന്നുമല്ല. ഇത് ലീഗലൈസ് ചെയ്തിട്ടുള്ള രാജ്യങ്ങളിൽ പോയി നോക്കിയാൽ അറിയാം. കാനഡയിലാണെന്ന് തോന്നുന്നു ഇത് ലീഗലൈസ്ഡ് ആണ്. ഇത് ലീഗലൈസ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എല്ലാ കുട്ടികൾക്കും ഈ അണ്ടർവേൾഡുമായിട്ട് ബന്ധമില്ല, മനസ്സിലായ? ബന്ധമില്ലാത്തവർക്കും ഇത് ആക്സസ് കിട്ടും. ഇനി വലിയ ആൾക്കാരാണെങ്കിലും ഇതിലോട്ട് ആക്സസ് കിട്ടും. ഈ സാധനം അടിക്കുന്നവർക്ക് തെറ്റും ശരിയുമില്ല. പ്യുവർലി ഇവരുടെ ഇമോഷൻസ് ആയിരിക്കും അവരുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം തോന്നുന്ന ശരി അവർക്കത് ശരിയാണ്, അവർക്ക് തെറ്റെന്ന് പറയുന്ന സാധനമില്ല. അതുകൊണ്ടാണ് ഈ അമ്മേനെ കഴുത്തറുത്ത് കൊല്ലുന്നതും ഈ വികാരത്തിൻ്റെ പേരിലുള്ള ആക്ഷൻസും ഇവർ എടുക്കുന്നത്. നമുക്കിപ്പോൾ ഒരാളോട് ദേഷ്യം വന്ന് അവൻ്റെ മൂക്കിടിച്ച് പൊളിക്കണം തോന്നിക്കഴിഞ്ഞാൽ നമുക്കറിയാം അത് റോങ് ആണ്, ഞാൻ ചെയ്യാൻ പാടില്ല. പിന്നെ അത്രയും നമ്മുടെ കൺട്രോൾ പോകുമ്പോഴാണ് നമ്മുടെ ഇതൊക്കെ സംഭവിക്കുക. ഈ കൺട്രോൾ എന്ന് പറയുന്ന സാധനം ഇതടിച്ചിരിക്കണവനില്ല. ഓക്കെ, ഇത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവൻ്റെ ചിന്താഗതിയിൽ മാറ്റം വരുന്നില്ല, ടെമ്പററി അല്ല. ഇത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി അങ്ങനത്തെ സാധനം അല്ല ഇത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഇയാൾ ഈ മണ്ടത്തരം വിളിച്ചു പോകുന്നത്. എന്നിട്ട് ഇതിന് കൈയടിക്കാനും കുറേ ആൾക്കാർ. ഇതൊരൊറ്റ കേൾവിയിൽ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇയാൾ പറയണ ഭയങ്കര ശരിയാണല്ലോ. ശരിയല്ല ബ്രോ. ഈ സാധനം ലീഗലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിനേലും, ഫോർ എക്സാമ്പിൾ കള്ള് അല്ലെങ്കിൽ പോട്ടെ ചാരായം ഇപ്പോൾ ലീഗലല്ല. അതുകൊണ്ട് എല്ലാവർക്കും ചാരായത്തിലോട്ട് ആക്സസ് ഉണ്ടോ? ഇല്ല. വളരെ ചുരുക്കം ആൾക്കാർക്ക് ആക്സസ് ഉണ്ടാവുള്ളൂ. പണ്ടായിരുന്നെങ്കിലോ, ലീഗലായിരുന്ന സമയത്തായിരുന്നെങ്കിലോ. ഇനിയിപ്പോൾ കള്ള് ലീഗലാണ്, എല്ലാവർക്കും ആക്സസ് ഉണ്ട്, മനസ്സിലായ? അടിക്കുന്നവനും അടിക്കാത്തവനും കുട്ടികൾക്കും എല്ലാവർക്കും ആക്സസ് ഉണ്ട്. ഒരു 18 വയസ്സായ ചെക്കനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 വയസ്സായ ചെക്കന് സിമ്പിളായിട്ട് ഒരു കുപ്പി കിട്ടൂലേ, മനസ്സിലായ? അതേപോലെ തന്നെയാവും ഈ MDMA. ഇതിന് കൈയടിക്കണവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മര്യാദക്ക് ചിന്തിച്ചിട്ട് ഈ കാര്യം എന്താണ്, ഈ സാധനങ്ങൾ എന്താണ്, ഈ സാധനങ്ങളുടെ എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഈ കൈയടിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ലീഗലൈസ് ആക്കിയിട്ടുള്ള രാജ്യങ്ങളുടെ സ്ട്രീറ്റിന്റെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഒന്ന് കണ്ടു നോക്കണേ. ഇനി നിങ്ങൾ പറയും, ഇതാണോ നമ്മൾ ആഗ്രഹിക്കുന്ന കേരളം? ചിന്തിക്ക്.